സേറ ലേണിംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഫാലസീസ്? ഫോമൽ ഫാലസീസ്, ഇൻഫോമൽ ഫാലസീസ് എന്നൊക്കെ സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, കേൾക്കാറുണ്ടല്ലോ. എന്താണ് ഫാലസീസ്? ഫോമൽ ഫാലസി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഇൻഫോമൽ ഫാലസി എന്നൊക്കെ പ്രത്യേകിച്ച് UGC കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം സാധാരണയായിട്ട് അവർ കേൾക്കുന്ന എക്സാമുകൾ, PYQs ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊതുവെ ലോജിക്കൽ റീസണിങ്ങിന്റെ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും വരുന്ന ഒരു ഭാഗമാണ് ഫാലസി എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഫാലസി? പ്രത്യേകിച്ചും എന്താണ് ഫോമൽ ഫാലസി? അപ്പൊ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ഫാലസീസിനെ കുറിച്ചും ഫോമൽ ഫാലസീസിനെ കുറിച്ച് ഒരു എക്സാം വ്യൂ പോയിന്റിൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഫോമൽ ഫാലസി? സാധാരണയായിട്ട് ലോജിക്കൽ റീസണിങ്ങിലെ എന്ന് പറയുന്ന യൂണിറ്റിൽ, UGCയിലെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിർബന്ധമായിട്ടും ഒരു ചോദ്യമെങ്കിലും അല്ലെങ്കിൽ ഒന്നിലധികം ചോദ്യങ്ങൾ, 5 ക്വസ്റ്റ്യൻ ഒന്നിലധികം ചോദ്യമെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഫോമൽ ഫാലസി, ഫാലസി എന്ന് പറയുന്ന ഒരു ഏരിയ എന്നുള്ളത്. ഈ അടുത്തായിട്ടൊക്കെ കഴിഞ്ഞ 2023-24 നടന്നിട്ടുള്ള നെറ്റ് എക്സാമുകളിലെ UGCയിലെ നെറ്റ് എക്സാമിലെ ലോജിക്കൽ റീസണിങ് ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമെങ്കിലും അല്ലെങ്കിൽ 2 ചോദ്യമെങ്കിലും ഫാലസിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ആ ഫാലസിൽ തന്നെ ഫോമൽ ഫാലസീസ് പ്രത്യേകമായിട്ട് ചോദിക്കുന്നത് ഈ അടുത്തായിട്ടൊക്കെ ഫോമൽ ഫാലസീസ് മാത്രമായിട്ട് ചോദിക്കുന്നത് കണ്ടുവരാറുണ്ട്. അപ്പൊ എന്താണ് ഫോമൽ ഫാലസീസ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഫോമൽ ഫാലസി എന്ന് പറഞ്ഞാൽ ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ ഫോമൽ ലോജിക് എന്നൊക്കെ എന്താണെന്ന് പഠിച്ചവരാണല്ലോ. അപ്പോ ഫോമൽ എന്ന് പറഞ്ഞാൽ ഫോം സംബന്ധമായ, സ്ട്രക്ചർ സംബന്ധമായ അല്ലെ. അപ്പൊ ഫോമൽ ഫാലസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആർഗ്യുമെന്റിൽ വരുന്ന, ഒരു റീസണിങ്ങിൽ വരുന്ന ഒരു അബദ്ധം, ഒരു ഫ്ലോ, ഒരു പ്രശ്നത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഫാലസി എന്ന് പറയാറ് സാധാരണ. അപ്പൊ നമ്മൾ കണ്ടാൽ നമുക്ക് നല്ലൊരു ആർഗ്യുമെന്റ് ആയിട്ട് തോന്നുമെങ്കിലും അതൊരു ആർഗ്യുമെന്റ്, വാലിഡ് ആയ ആർഗ്യുമെന്റ് അല്ലേ. ആ ആർഗ്യുമെന്റിന് വാലിഡ് ആയ ആർഗ്യുമെന്റ് അല്ലാതിരിക്കാൻ കാരണം അവിടെ ഒരു ഫ്ലോ സംഭവിച്ചിട്ടുണ്ട്, ചെറിയൊരു പ്രശ്നം ആ ആർഗ്യുമെന്റ് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഓരോ ഫാലസിലൂടെയും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ഒരു ആർഗ്യുമെന്റിൽ, ഒരു സില്ലോജിസിൽ സംഭവിക്കുന്ന ഫ്ലോസിനെയാണ്, ഒരു പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഫാലസി എന്ന് പറയാറ്. അതിൽ ഫോമൽ ഫാലസി എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിലെ, നമ്മൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ സ്ട്രക്ചറിൽ വരുന്ന ഒരു ഫ്ലോക്കാണ് നമ്മൾ ഫോമൽ ഫാലസി എന്ന് പറഞ്ഞത്. അപ്പൊ പൊതുവേ ഒരു ആർഗ്യുമെന്റ് സില്ലോജിസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കും, എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് ഫോമലായ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇൻഫോമലായ പ്രശ്നം ഉണ്ടാവും. ഫോമലായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറിനെ ബാധിക്കുന്ന പ്രശ്നം. അപ്പൊ ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആവണമെങ്കിൽ ഇന്ന കോലത്തിലൊക്കെ ആവണം, ഇന്ന സ്ട്രക്ചറിലൊക്കെ ആവണം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്ന ആ സ്ട്രക്ചറിൽ ചില പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഫാലസീസ് എന്നാണ് ഇനി പറയാൻ പോകുന്ന 4-5 ഫാലസികൾ. അതിൽ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്, ഓക്കെ. പക്ഷെ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് സ്ട്രക്ചറിൽ ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ആ പ്രശ്നം എന്തൊക്കെയാന്ന് നമ്മൾ പറയാ, അതാണ് ഫാലസികൾ എന്നുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ 2 ആർഗ്യുമെന്റ് ഇൻവാലിഡ്, ആർഗ്യുമെന്റ് അതോടുകൂടി ഇൻവാലിഡ് ആയി മാറുന്നു. അപ്പൊ കണ്ട നമുക്ക് വാലിഡ് ആയി തോന്നും. പൊതുവെ ഫാലസി എന്ന് പറഞ്ഞാലൊക്കെ പൊതുവെ ഉപയോഗിക്കാറ് ഡിബേറ്റുകളും സംവാദങ്ങളും പൊളിറ്റിക്കൽ ടോക്സിലൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് ഈ ഫാലസി എന്നുള്ളത്. കണ്ട വാലിഡ് ആയിട്ട് ഉത്തമമായ ഒരു ആർഗ്യുമെന്റ് ആയിട്ട്, വാദമായിട്ട് തോന്നുമെങ്കിലും അതിന്റെ ആർഗ്യുമെന്റിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും. പ്രശ്നങ്ങൾ 2 രീതിയിലുണ്ട്. ഫോമൽ ആയതുകൊണ്ട്, ഫോമൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറിന് സംഭവിക്കുന്ന പ്രശ്നം, ഇൻഫോമൽ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിനല്ല അതിന്റെ കണ്ടന്റിന് സംഭവിക്കുന്ന പ്രശ്നം. ഇതിനാണ് നമ്മൾ ഫോമൽ, ഇൻഫോമൽ ഫാലസി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഫോമൽ ഫാലസി എന്ന് പറഞ്ഞാൽ ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ സ്ട്രക്ചറിൽ സംഭവിക്കുന്ന ഒരു ഫ്ലോക്കാണ് ഫോമൽ ഫാലസി എന്ന് പറഞ്ഞത്. അതോടുകൂടെ ആ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആയി പോകും, ആ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആയിട്ട് നമ്മൾ തള്ളും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫാലസി എന്നുള്ളത്, ഒരു ഫാലസി ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പൊ പ്രമിസുകൾ ചിലപ്പോൾ ട്രൂ ആയേക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞത് കറക്റ്റ് ആയേക്കാം. പക്ഷെ ഈ ഒരു 2 പ്രമിസ് വന്നു, കൺക്ലൂഷൻ വന്നു, അതൊക്കെ ചിലപ്പോൾ അതൊക്കെ ട്രൂ ആയേക്കാം. പക്ഷെ നമ്മൾ നോക്കുന്നത് ഈ 2 പ്രമിസിൽ നിന്നും ഈ കൺക്ലൂഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ, ആ 2 പ്രമിസിൽ നിന്നും തന്നെ ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറഞ്ഞത് ഫോമൽ ഫാലസി എന്നത്. അതിന്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ കണ്ടന്റ് നോക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ഒരു വാലിഡ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ അത് ഇൻവാലിഡ് ആണ്. ഇൻവാലിഡ് എന്ന് പറയാൻ കാരണം ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഇന്നാലിന്റെ സ്ട്രക്ചറിലൊക്കെ വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പ്രശ്നം വരുമ്പോൾ, അതിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുമ്പോൾ സംഭവിക്കുമ്പോഴാണ് ഈ ഫോമൽ ഫാലസീസ് വരുന്നത്. അപ്പൊ അത് ട്രൂ ആണെന്നോ അല്ലെങ്കിൽ അത് പ്രോബബിൾ ആണെന്നോ, ആക്ച്വലി ട്രൂ ആയേക്കാം അല്ലെങ്കിൽ കൂടുതൽ പ്രോബബിൾ ആയി വന്നേക്കാം. പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ല. അതിന്റെ ഫോമിന് പ്രശ്നമുണ്ടോ ഇല്ല, ഫോമിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയി മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്.
അപ്പോ ഇതിൽ ഏതൊക്കെയാണ് ഫോമൽ ഫാലസീസ് വരുന്നതാണ് ആദ്യം നോക്കുന്നത്. ഒന്ന് ഫാലസി ഓഫ് ഫോർ ടേംസ്, നമ്മൾ കോട്ടേണിയോ ടെർമിനോറം എന്നൊക്കെ പറയുന്ന ഫാലസി ഓഫ് ഫോർ ടേംസ്, പൊതുവെ അത് ഇംഗ്ലീഷിൽ തന്നെയാണ് അത് വരാറ്. അതുപോലെ തന്നെ ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ, ഫാലസി ഓഫ് ഇല്ലിസിറ്റ് പ്രോസസ് ഓഫ് ദ മേജർ ഓർ മൈനർ ടേം. അപ്പൊ ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ എന്നുണ്ടാവും, അല്ലെങ്കിൽ ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മൈനർ എന്നുണ്ടാവും, അങ്ങനെയാണ് സാധാരണ ചോദിക്കാറ്. അപ്പൊ എന്താണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. അഫർമേറ്റീവ് കൺക്ലൂഷൻ ഫ്രം എ നെഗറ്റീവ് പ്രമിസ്, അപ്പൊ ഇതിന് അഫേമിംഗ് ദ കോൺസിക്വന്റ്, ഡിനൈങ് ദ ആന്റിസിഡന്റ്. അപ്പൊ ഇതൊക്കെ സാധാരണ നമ്മൾ ശരിക്കും ഫോമൽ ഫാലസി എടുക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ഫോമൽ ഫാലസീസ് ഉണ്ട്, വിശാലമായിട്ട് പഠിക്കാനുള്ള വലിയ ഏരിയ. പക്ഷെ നമ്മൾ എക്സാം വ്യൂ പോയിന്റിൽ സാധാരണയായിട്ട് യൂജിച്ച് ചോദിച്ച് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ചില ഫാലസികളാണ് ഫോമൽ ഫാലസീസ് ആണ് ഈ പറയുന്ന 6 പ്രധാനപ്പെട്ട ഫോമൽ ഫാലസീസ്. ഓരോന്ന് വിശദമായിട്ട് പറയാം. ആദ്യം ഫാലസി ഓഫ് ഫോർ ടേംസ്. നമുക്ക് ആ വാക്ക് കാണുന്ന പോലെ തന്നെ അവിടെ ഫോർ ടേംസ് അല്ലെ, നമ്മളൊരു സില്ലോസിസിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ ഒരു സില്ലോസിൽ വാലിഡ് ആവാൻ 3 ടേംസ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഒരു മേജർ ടേം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു മൈനർ ടേം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു മിഡിൽ ടേം ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 ടേംസ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 3-ലധികം ഒരു ടേം വന്നാൽ അതാണ് ഫോർ ടേംസ്. അവിടെ ഒരു വാലിഡ് ആയ ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടൂല. ഇപ്പൊ ഉദാഹരണം നോക്കുക. വെപ്പൺസ് ആർ ഡേഞ്ചറസ്, ബലൂൺസ് ആർ റൗണ്ട്, ബലൂൺസ് ആർ ഡേഞ്ചറസ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ എത്ര ടേംസ് ഉണ്ട് നോക്കുക. ഒന്ന് വെപ്പൺസ് ഒരു ടേമാണ്, ഡേഞ്ചർസ് വേറെ ടേമാണ്, ബലൂൺസ് വേറെ ടേമാണ്, റൗണ്ട് വേറെ ടേമാണ്. അങ്ങനെ 4 ടേംസ് അവിടെ ഉണ്ട്. വെപ്പൺസ്, ഡേഞ്ചറസ്, ബലൂൺ, റൗണ്ട്, 4 ടേംസ് ഉണ്ട്. ഇപ്പൊ 4 ടേംസ് ഉണ്ടായ കാരണത്താൽ സംഭവിക്കുന്ന ഒരു ഫാലസി. അപ്പൊ നമ്മുടെ ഒരു സില്ലോജിസൽ സ്ട്രക്ചറിൽ വരേണ്ടത് 3 ടേംസേ പാടുള്ളൂ എന്നുള്ളത് നിയമമാണ്. അപ്പൊ നമ്മുടെ ഫോമൽ സ്ട്രക്ചറിൽ, അതിന്റെ ഫോമൽ ലോജിക്കിന്റെ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ, അതിന്റെ സ്ട്രക്ചറിൽ സില്ലോസിൽ 3 ടേംസ്, ഒരു മേജർ ടേമും മൈനർ ടേമും മിഡിൽ ടേമും, ഇങ്ങനെ 3 ടേംസ് ആണ് ഉണ്ടായിരിക്കുക. പക്ഷെ ഇവിടെ 4 ടേംസ് വരുമ്പോൾ നമുക്ക് ആ പറയുന്ന ഒരു ഫോമൽ ഫാലസി സംഭവിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് കോട്ടേണിയോ ടെർമിനോറം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഫാലസി ഓഫ് ഫോർ ടേംസ് എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്ത ഫാലസി എന്നുള്ളത് അഫേമിംഗ് ദ കോൺസിക്വന്റ്. ഇപ്പൊ ഈ ഉദാഹരണം നോക്കാം. ഇഫ് എ ഈസ് ട്രൂ ദെൻ ബി ഈസ് ട്രൂ, ബി ഈസ് ട്രൂ ദെയർഫോർ എ ഈസ് ട്രൂ എന്ന് പറയുന്ന ഉദാഹരണത്തിൽ ഈ ഒന്നാമത്തെ പാർട്ട് ഉണ്ടല്ലോ, ഇഫ് എ ഈസ് ട്രൂ എന്നുള്ളത്, ഇതിനെയാണ് നമ്മൾ ആന്റിസിഡന്റ് എന്ന് വിളിക്കുന്നത്, ആദ്യം വരുന്നത് അർത്ഥത്തിൽ. പിന്നെ ബി ഈസ് ട്രൂ എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ട് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ കോൺസിക്വന്റ് എന്ന് പറയാം. അപ്പൊ ഇതില് ആ ഒന്നാമത്തെ ആ പ്രൊപ്പോസിഷനിലെ ആ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ഇഫ് എ ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം, അതിനെ നമ്മൾ ആന്റിസിഡന്റ് എന്നും ദെൻ ബി ഈസ് ട്രൂ എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടിനെ കോൺസിക്വന്റ് എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനത്തെ വരുന്ന ഒരു ആർഗ്യുമെന്റിൽ ഒന്നാമത്തെ പ്രമിസ് ഇഫ് എ ഈസ് ട്രൂ ദെൻ ബി ഈസ് ട്രൂ എന്ന് പറഞ്ഞു. അപ്പൊ ട്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണം പറയാട്ടോ. അപ്പൊ ഒരു കാര്യത്തോട് എ ട്രൂ ആണെന്ന് പറഞ്ഞു, ബി ട്രൂ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ആ കോൺസിക്വന്റ് ഏതാണ് ഇവിടെ രണ്ടാമത്തെ പാർട്ടിൽ, ദെൻ ബി ഈസ് ട്രൂ എന്നുള്ളത്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഫേം ചെയ്യുന്നു. അത് ശരിയാണ്, അത് അങ്ങനെയാണ് എന്ന് പറയുന്നു. ബി ഈസ് ട്രൂ എന്ന് പറയുന്നു. അതുകൊണ്ട് therefore എ ഈസ് ട്രൂ എന്ന് പറയുന്ന കൺക്ലൂഷൻ, ഈ പറയുന്ന ആർഗ്യുമെന്റ് കണ്ടാൽ നമുക്ക് വളരെ വാലിഡ് ആയിട്ട് തോന്നുമെങ്കിലും അത് ഇൻവാലിഡ് ആയ ഒരു ഫാലസിനെ സംഭവിച്ചുള്ള ഫാലസിയുടെ പേരാണ് അഫേമിംഗ് ദ കോൺസിക്വന്റ്. ഉദാഹരണം നോക്കുക. ഇഫ് ജാക്സൺ ഈസ് ഹ്യൂമൻ, കണ്ടോ? ഇഫ് ജാക്സൺ ഈസ് എ ഹ്യൂമൻ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ പാർട്ട്. ഇതിനാണ് നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയാന്ന് പറഞ്ഞു. ദെൻ ജാക്സൺ ഈസ് എ മാമൽ. ജാക്സൺ ഹ്യൂമൻ ആണെങ്കിൽ ജാക്സൺ മാമലാണ്. ഫസ്റ്റ് പറഞ്ഞ ആർഗ്യുമെന്റ് കറക്റ്റ് ആണ്, ട്രൂ ആണ്, കറക്റ്റ് ആണ്. പക്ഷെ അവിടെ പ്രശ്നം ഇനി രണ്ടാമത്തെ പ്രമിസ് വരുമ്പോൾ, രണ്ടാമത്തെ പ്രമിസിൽ എന്താണ്? അഫേമിംഗ് ദ കോൺസിക്വന്റ് എന്ന് പറയുന്ന ഒരു ഫാലസി നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നു. ആ കോൺസിക്വന്റ് എന്താണ്? ജാക്സൺ ഈസ് മാമൽ എന്നുള്ളത്, ജാക്സൺ ഈസ് എ മാമൽ. അപ്പൊ ജാക്സൺ ഹ്യൂമൻ ആണെങ്കിൽ ജാക്സൺ മാമലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് പറയുകയാണെങ്കിൽ ജാക്സൺ മാമലാണെന്ന് പറഞ്ഞു. അപ്പോൾ therefore ജാക്സൺ ഈസ് ഹ്യൂമൻ. ഈ ഉദാഹരണം കറക്റ്റ് കൺക്ലൂഷനൊക്കെ നോക്കി നിങ്ങൾ, ജാക്സൺ ഈസ് എ ഹ്യൂമൻ, ജാക്സൺ മനുഷ്യനാണ്, കൺക്ലൂഷനൊക്കെ കറക്റ്റ് ആണ്. അതിൽ വരുന്ന ഓരോ പ്രമിസും ഒക്കെ കറക്റ്റ് ആണ്. രണ്ടാമത് നമ്മൾ ആ അഫേം ചെയ്തതും കറക്റ്റ് ആണ്. പക്ഷെ ഇത് ട്രൂ ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ആർഗ്യുമെന്റ് എന്തല്ല, ഇത് വാലിഡ് ആർഗ്യുമെന്റ് അല്ല, ഇൻവാലിഡ് ആണ്. ഇതൊരു ഫാലസി ഉണ്ട്. ആ ഫാലസിയുടെ പേരാണ് അഫേമിംഗ് ദ കോൺസിക്വന്റ് എന്നുള്ളതാണ്. കാരണം ഇത് ഫാലസി എന്ന് പറയണം, ഇതേ ഫോമിൽ നമുക്ക് എല്ലാതും ചെയ്യണമെങ്കിൽ അത് ഫുള്ള് കറക്റ്റ് ആവില്ല, തെറ്റാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ബൈ ചാൻസ് കോയിൻസിഡന്റിൽ ഇത് കറക്റ്റ് ആയി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ട്രൂ ആണോ അത് നോക്കി നിങ്ങൾ, അതുകൊണ്ട് ഇത് ഫാലസി ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിധി എഴുതരുത്. ഈ ഫോമിന് അതിന്റെ സ്ട്രക്ചറിലെ പ്രശ്നം വന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. അത് ഈ ഫോമൽ ഫാലസി എന്ന് പറയുന്നത് അതിന്റെ കണ്ടന്റ് നോക്കിയേ വേണ്ട. അപ്പൊ നമ്മൾ ഇവിടെ പ്രശ്നം എന്താ വെച്ചാല്, ഇഫ് ജാക്സൺ ഈസ് എ ഹ്യൂമൻ ദെൻ ജാക്സൺ ഈസ് എ മാമൽ എന്ന് പറഞ്ഞ ഒന്നാമത്തെ പ്രമിസ്, ആ പ്രമിസിൽ 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ പാർട്ടിന് ആന്റിസിഡന്റ് ആണ്, രണ്ടാമത്തെ പാർട്ടിന് കോൺസിക്വന്റ് ആണെന്ന് പറഞ്ഞു. അതിലെ കോൺസിക്വന്റ് രണ്ടാമത്തെ പ്രമിസ് ആയിട്ട് ആ കോൺസിക്വന്റിനെ അഫേം ചെയ്ത് കണ്ട് വരിക. അഫേമയിൽ എന്താണ്? അതെ, ജാക്സൺ മാമലാണ് എന്ന് കോൺസിക്വന്റ് ചെയ്തു, അഫേം ചെയ്തു, ആ കോൺസിക്വന്റിനെ അഫേം ചെയ്തു. സംഭവിക്കുന്ന ഫാലസിക്കാണ് അഫേമിംഗ് ദ കോൺസിക്വന്റ് എന്ന് പറയാം. ഇനി അടുത്തത് ഡിനൈങ് ദ ആന്റിസിഡന്റ്. ആന്റിസിഡന്റ് എന്താന്ന് പറഞ്ഞല്ലോ അല്ലെ,
ഇഫ് എ ഈസ് ട്രൂ ബി ഈസ് ട്രൂ എന്നുള്ളതിലെ ഒന്നാമത്തെ പാർട്ടിനാണ് ആന്റിസിഡന്റ് എന്ന് പറയാ, ബി ഈസ് ട്രൂ രണ്ടാമത്തെ പാർട്ടിനാണ് കോൺസിക്വന്റ് എന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു പ്രമിസ് പറഞ്ഞു. രണ്ടാമത്തെ പ്രമിസ് ആയിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാല് അതിന്റെ ആന്റിസിഡന്റ് ഈ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ അങ്ങോട്ട് ഡിനൈ ചെയ്തതിനാല് എ ഫാൾസ് ആണെന്ന് പറഞ്ഞു, എ അല്ല അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. ഫാൾസ് ആണെന്ന് പറഞ്ഞാല് എ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ നമ്മൾ ആന്റിസിഡന്റ് ഡിനൈ ചെയ്യുമ്പോഴും ഇതേപോലെ ഒരു ഫാലസി സംഭവിക്കുന്നുണ്ട്. ഉദാഹരണം നോക്കുക. ഇഫ് ഐ എം എ ജാപ്പനീസ് ദെൻ ഐ എം ഏഷ്യൻ. ഞാൻ ജാപ്പനീസ് ആണെങ്കിൽ ഞാൻ ഏഷ്യൻ ആണ്. കറക്റ്റ് ആണല്ലോ, ഒരു പ്രശ്നവുമില്ല. ഞാൻ ജാപ്പനീസ് ആണെങ്കിൽ ഏഷ്യൻ ആണ്. അപ്പൊ ഒന്നാമത്തെ പ്രമിസ് പറഞ്ഞിട്ട് ഇതിനാണ് കോൺസിക്വന്റ്, ഈ ഒന്നാമത്തെ പാർട്ടിനാണ് ആന്റിസിഡന്റ് എന്ന് വിളിക്കാന്ന് പറഞ്ഞു. ആ ആന്റിസിഡന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിനൈ ചെയ്യാണ്. ഐ ആം നോട്ട് ജാപ്പനീസ്, ഞാൻ ജാപ്പനീസ് അല്ല. therefore I am not Asian, അതുകൊണ്ട് ഞാൻ ഏഷ്യനും അല്ല എന്നുള്ളത്. അപ്പൊ ഇതിന്റെ കണ്ടന്റിലും പ്രശ്നം സംഭവിക്കുന്നുണ്ട് അല്ലെ? കാരണം എന്താ പ്രശ്നം സംഭവിക്കുക? കാരണം എന്താണ്? അതിന്റെ ഫോം തെറ്റിയാണ്, സ്ട്രക്ചറിൽ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആ സ്ട്രക്ചറിൽ പ്രശ്നം ഇവിടെ വന്നത് ഇവിടെ ആന്റിസിഡന്റിനെ എന്ത് ചെയ്തു? ഡിനൈ ചെയ്തെന്നുള്ളതാണ്. ഇവിടെ എങ്ങനെ പറയുകയാണെങ്കിൽ ആന്റിസിഡന്റിനെ അഫേം ചെയ്യുകയാണെങ്കിൽ ഇഫ് ഐ ആം എ ജാപ്പനീസ് ദെൻ ഐ ആം ഏഷ്യൻ, ഞാൻ ജാപ്പനീസ് ആണെങ്കിൽ ഞാൻ ഏഷ്യൻ ആണ്. ഇത് രണ്ടാമത്തെ പ്രമിസ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ജാപ്പനീസ് ഐ ആം ജാപ്പനീസ് എന്ന് പറയുന്ന ആന്റിസിഡന്റ് ഉണ്ടല്ലോ, അതിനെ അഫേം ചെയ്യണമെങ്കിൽ ഐ ആം ജാപ്പനീസ്, ഞാൻ ജാപ്പനീസ് എന്ന് പറയുന്നത് കൺക്ലൂഷൻ ആയിട്ട് അതുകൊണ്ട് ഞാൻ ഏഷ്യനുമാണ്, അത് കറക്റ്റ് ആണ്. അപ്പൊ ആന്റിസിഡന്റിനെ അഫേം ചെയ്യലാവുമ്പോൾ അത് കറക്റ്റ് ഫോം ആണ്. അത് ഡിനൈ ചെയ്യലാവുമ്പോൾ അത് ഫാലസി ആണ്. ഫാലസിയുടെ പേരാണ് ഡിനൈങ് ദ ആന്റിസിഡന്റ് എന്നുള്ളതാണ്. ഈ ഫാലസി അതിൽ ഇൻവാലിഡ് ആണ്. അതിലൊരു ഫ്ലോ സംഭവിച്ചിട്ടുണ്ട്. ഫ്ലോ സംഭവിച്ചത് അതിന്റെ സ്ട്രക്ചറിലാണ്, അതിന്റെ ഫോമിലാണ് അതിൽ ഫ്ലോ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഡിനൈങ് ദ ആന്റിസിഡന്റ് എന്ന് പറയുന്ന ഫാലസി. ഇനി നാലാമത്തെ മറ്റൊരു ഫാലസി ആണ് അഫേം ദ കൺക്ലൂഷൻ ഫ്രം എ നെഗറ്റീവ് പ്രമിസസ്. നമ്മൾ രണ്ട് പ്രമിസ് നെഗറ്റീവ് ആണ്, കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അഫേർമേറ്റീവ് പോസിറ്റീവായ ഒരു കൺക്ലൂഷൻ കൊടുക്കുക. അങ്ങനെ വന്നാൽ തന്നെ ആ ആർഗ്യുമെന്റ് എന്തായിരിക്കും? ഇൻവാലിഡ് ആയിരിക്കും. ഇപ്പൊ നോ ഫിഷസ് ആർ ഡോഗ്സ് ആൻഡ് നോ ഡോഗ്സ് ക്യാൻ ഫ്ലൈ, ഈ രണ്ടും നോ ഫിഷസ് ആർ ഡോഗ്സ് എന്നുള്ളതും നോ ഡോഗ്സ് ക്യാൻ ഫ്ലൈ എന്നുള്ളതും സംഭവം മൂന്ന് ടേംസ് ആണ്. മാജർ ടേം, മൈനർ ടേം, മിഡിൽ ടേം ഒക്കെ ഉണ്ട്, കറക്റ്റ് ആണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, രണ്ടും നെഗറ്റീവ് ആണ്. ഇതിന്റെ കൺക്ലൂഷനോ therefore all fish can fly. ആൾ ഫിഷ് ക്യാൻ ഫ്ലൈ എന്നുള്ളത് എന്താണ്? അത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. അപ്പൊ ഇത് എ ആണ്, ഇത് ഇ ആണ്, ഇതും ഇ ആണ്. അപ്പൊ രണ്ടും നെഗറ്റീവ് ആണ്. എന്റെ കൺക്ലൂഷൻ ആയിട്ട് എ പറയാ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, എല്ലാ ഫിഷും ഫ്ലൈ ചെയ്യാൻ കഴിയും എന്ന് അഫേം ചെയ്യല്. അവിടെയും ഒരു ഫാലസി സംഭവിക്കുന്നുണ്ട്. ആ ഫാലസി പേരാണ് അഫർമേറ്റീവ് കൺക്ലൂഷൻ ഫ്രം എ നെഗറ്റീവ് പ്രമിസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് പ്രമിസും നെഗറ്റീവ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും എന്റെ കൺക്ലൂഷൻ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഒരിക്കലും അത് പോസിറ്റീവ് ആയിട്ട് അഫർമേറ്റീവ് ആയിട്ട് വരൂല. അങ്ങനെ വരികയാണെങ്കിൽ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആണ്, അവിടെ ഫാലസി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി സാധാരണയായിട്ട് നെറ്റ് എക്സാമ്പിളൊക്കെ ചോദിക്കാറുള്ള ഓപ്ഷൻസിലേക്ക് വരാറുള്ള ചോദ്യമാണ് ഇല്ലിസിറ്റ് മേജറും ഇല്ലിസിറ്റ് മൈനറും. എന്താണ് ഫാലസി ഓഫ് ദ ഇല്ലിസിറ്റ് മേജർ മൈനർ എന്ന് ആദ്യത്തെ കാണുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇൻഫോർമൽ ഫാലസി ഇല്ല, ഇത് ഫോർമൽ ഫാലസി ആണെന്നുള്ള ഏറ്റവും ബേസിക് ആയ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ഫോർമൽ ഫാലസി ആണ്. എന്താണ് ഈ ഫോർമൽ ഫാലസി? ഇല്ലിസിറ്റ് മേജർ എന്ന് പറഞ്ഞാൽ ഫാലസി ഫോർമൽ ഫാലസി ആണ്. കാറ്റഗറി സില്ലസിൽ ഈസ് ഇൻവാലിഡ് ആണ്. കാരണം എന്താ? മേജർ ടേം ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ മേജർ പ്രമിസ് ബട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ കൺക്ലൂഷൻ. ഇതാണ് ഇല്ലിസിറ്റ് മേജർ എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ ആർഗ്യുമെന്റ് നോക്കുക, ആ ഉദാഹരണം നോക്കുക. ആൾ ഡോഗ്സ് ആർ മാമൽസ്, നോ കാറ്റ്സ് ആർ ഡോഗ്സ്, therefore no cats are mammals. അപ്പൊ ഇതിൽ നോക്കുക, ആ ഡോഗ്സ് ആർ മാമൽസ്, നോ കാറ്റ്സ് ആർ ഡോഗ്സ്, therefore no cats are mammals. ഇതിൽ ആദ്യം ഞാൻ ചോദിക്കുന്നത് ഏതാണ് ഇതിൽ മേജർ ടേം എന്നുള്ളതാണ്. അപ്പൊ മേജർ ടേം ഏതാണെന്നുള്ളത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? കൺക്ലൂഷനിൽ നോക്കുന്നു, കൺക്ലൂഷനെ പ്രെഡിക്കേറ്റ് നോക്കുന്നു. ദ കൺക്ലൂഷൻ എന്നുള്ളത് therefore no cats are mammals എന്നാണ്. ഇതിന് പ്രെഡിക്കേറ്റ് ഏതാണ്? മാമൽസ് എന്നുള്ളതാണ്. ഇതാണ് കാറ്റ്സ് എന്നുള്ളതാണ് സബ്ജക്ട്, രണ്ടാമത് വരുന്ന മാമൽസ് എന്നാണ് പ്രെഡിക്കേറ്റ്. ഈ പ്രെഡിക്കേറ്റ് ആയിരിക്കും, കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആയിരിക്കും നമ്മുടെ പ്രമിസുകളിലെ മേജർ ടേം ഉണ്ടായിരിക്കുക. അത് മാമൽസ് എന്നുള്ളതായിരിക്കും. അത് മാമൽസ് എന്നുള്ളത് പ്രെഡിക്കേറ്റ് അവിടെ വന്ന കണ്ടില്ലേ, അതാണ് മേജർ ടേം. ആ മേജർ ടേം ഉള്ള പ്രമിസിനെ കുറിച്ച് മേജർ പ്രമിസ് ആണെന്നും പറഞ്ഞു, അതാണ് ഒന്നാമത് വരേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നോ കാറ്റ്സ് ആർ മാമൽസ് എന്നുള്ളതിൽ പറയുന്ന പ്രെഡിക്കേറ്റ് ആയി വരുന്ന മേജർ ടേം ഉണ്ടല്ലോ, ഇവിടെ മാമൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ റെഡ് ആയിട്ട് കളർ കൊടുത്തിട്ടുള്ള മാമൽസ്, ഇതാണ് ഇവിടുത്തെ മേജർ ടേം എന്നുള്ളത്. ഈ മേജർ ടേം ഫാലസ് എന്താന്ന് വെച്ചാൽ ഈ മേജർ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരെ മേജർ പ്രമിസിൽ. മേജർ പ്രമിസ് ആണ് ഏതാണ്? മേജർ ടേം ഉള്ള പ്രമിസ് ഏതാണോ അതിനാണ് മേജർ പ്രമിസ് അറിയാം. ഏതാണ് മേജർ ടേം? കൺക്ലൂഷൻ എടുക്കുക, കൺക്ലൂഷനിലെ പ്രെഡിക്കേറ്റ് നോക്കുക, അതായിരിക്കും മേജർ ടേം. ആ മേജർ ടേം ഏത് പ്രമിസിനാണുള്ളത്? ആ പ്രമിസിനെയാണ് മേജർ പ്രമിസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പ്രമിസ് ആണ് മേജർ പ്രമിസ് എന്നുള്ളത്. ആ മേജർ പ്രമിസിലെ മേജർ ടേം ആയ മാമൽസ് എന്നുള്ളത് മേജർ പ്രമിസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരികയും കൺക്ലൂഷനിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരികയും ചെയ്യാം.
ഇവിടെ അൺഡിസ്ട്രിബ്യൂട്ടറെ വന്നു, ഇവിടെ ഡിസ്ട്രിബ്യൂട്ടറെ വന്നു. എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടറെ വരിക, ഡിസ്ട്രിബ്യൂട്ടറെ വരിക എന്നുള്ളത് എന്താ? ഇവിടെ ആ ഡോഗ്സ് ആർ മാമൽസ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ഡോഗ്സ് മാമൽസ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി, നമ്മൾ എല്ലാ ഡോഗ്സിനും ഉൾക്കൊള്ളിക്കുന്നുണ്ട് അല്ലെ. എല്ലാ ഡോഗ്സ് മാമൽസ് എന്ന് പറയുമ്പോൾ ലോകത്ത് സർവ്വ നായകളെയും പട്ടികളെയും കൊണ്ടുവന്നാൽ എല്ലാ ഡോഗ്സിനെ എടുത്ത് നോക്കിയാലും നമുക്ക് അതിനെ കുറിച്ച് മാമൽസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ എല്ലാ ഡോഗ്സും അവിടെ ഇൻവോൾവഡ് ആണ്. ഇൻവോൾവഡ് ആണെന്ന് പറഞ്ഞാൽ അതിന് പറഞ്ഞ വാക്കാണ് അത് ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുള്ളത്. അപ്പൊ ആ ഡോഗ്സ് ആർ മാമൽസ് എന്ന് പറയുന്ന ഒന്നാമത്തെ മേജർ പ്രമിസിലെ ഡോഗ്സ് എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, ആ വാക്കുണ്ടല്ലോ, ആ വാക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ ഡോഗ്സിലും ഉൾപ്പെടുന്നുണ്ട് എന്നർത്ഥം. പക്ഷെ രണ്ടാമത് നോക്കി നിങ്ങള്, ആ ഡോഗ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞാൽ ആ മാമൽസ് എന്ന് പറയുന്ന മേജർ പ്രമിസ് അത് അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആണോ അല്ലേ? അത് ഡിസ്ട്രിബ്യൂട്ടർ അല്ല. കാരണം നമ്മൾ എല്ലാ മാമൽസിനും ഉദ്ദേശിക്കുന്നുണ്ട് അല്ല, മറിച്ച് നമ്മൾ എല്ലാ ഡോഗ്സിനെയും മാമല എന്ന് പറയുമ്പോൾ എല്ലാ ഡോഗ്സിനും ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ മാമൽസും ഉദ്ദേശിക്കുന്നുണ്ട് ഇല്ല. മാമൽസ് എന്ന് പറയുമ്പോൾ അതിൽ മറ്റു പൂച്ചയുണ്ട്, കുരങ്ങുണ്ട്, മനുഷ്യരുണ്ട്, ഒക്കെ മാമൽസ് ആണ്. അതിനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഇല്ല. പക്ഷെ മറിച്ച് ഡോഗ്സ് ആയ മാമൽസിനെ മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ അവിടെ. അപ്പൊ അവിടെ മാമൽസ് എന്ന് പറയുന്ന വേർഡ് അവിടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതേ സമയത്ത് ഡോഗ്സ് എന്ന വാക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നമുക്കവിടെ എന്ത് നോക്കിയാൽ മതി, ഈ മേജർ ടൈം ഉണ്ടല്ലോ ആ മാമൽസ് എന്നുള്ളത്, അത് മേജർ പ്രമിസിൽ അൺഡിസ്ട്രിബ്യൂട്ടർ ആണോ ഇല്ലേ നോക്കിയാൽ മതി. അത് അവിടെ അൺഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഡിസ്ട്രിബ്യൂട്ടർ അല്ല. അവിടെ ഇങ്ങനെ അൺഡിസ്ട്രിബ്യൂട്ടറെ വന്നു എന്നത് അവിടെ ഒരു ഫാലസി സംഭവിക്കൂല. ഫാലസി സംഭവിക്കല് അവിടെ അൺഡിസ്ട്രിബ്യൂട്ടറെ വരികയും ചെയ്തു, എന്നിട്ട് കൺക്ലൂഷനിൽ അത് ഡിസ്ട്രിബ്യൂട്ടറായി വരികയും ചെയ്തു. അവിടെ ഡിസ്ട്രിബ്യൂട്ട് ആവാതെ വരികയും എന്നിട്ട് കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ആയി വരുമ്പോഴാണ് നമ്മൾ ഇല്ലിസിറ്റ് മേജർ എന്ന് പറയുന്ന ഈ ഫാലസി സംഭവിക്കുന്നത്. അതും കൂടി നോക്കണം കേട്ടോ. അപ്പൊ അതിൽ ദെയർഫോർ നോ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുന്ന കൺക്ലൂഷൻ അതാണല്ലോ. ആ കൺക്ലൂഷനിലെ മേജർ ടേം ആയിട്ടുള്ള നമ്മളെ പ്രെഡിക്കേറ്റ് ആയിട്ടുള്ള മാമൽസ് എന്ന് പറയുന്ന വേർഡ് അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആണോ ഇല്ലേ? അത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. കാരണം നോ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നോ എന്നുള്ള യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവിന്റെ ഡിസ്ട്രിബ്യൂട്ടീവ് കണക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് രണ്ടും ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ എന്നല്ല നമ്മൾ അതിനെ സിംബലൈസ് ചെയ്യല്, അതിന്റെ സബ്ജക്റ്റും അതുപോലെ തന്നെ പ്രെഡിക്കേറ്റും രണ്ടും ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. അതേ സമയത്ത് നമ്മൾ ഒന്നാമത് തന്നെ ആൾ ഡോഗ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്നർത്ഥം. ആൾ ഡോഗ്സ് ആർ മാമൽസ് അതിന്റെ സബ്ജക്ട് എന്തായിരിക്കും? ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. അതിന്റെ പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. ഇങ്ങനെ ഉണ്ടായിരിക്കുക. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു റൂളാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, നോ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞു കൊടുത്ത് അത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. നമ്മൾ ഒരു കാറ്റ്സ് മാമൽസ് അല്ല എന്ന് പറയുമ്പോൾ ലോകത്ത് ഏത് പൂച്ചിനെടുത്ത് നോക്കിയാലും അത് മാമലാവൂല. അതേപോലെ ലോകത്ത് ഏത് മാമലെടുത്ത് നോക്കിയാലും അത് പൂച്ചയാവൂല. നോ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ എല്ലാ മാമലും ഉദ്ദേശിക്കുന്നുണ്ട്, എല്ലാ പൂച്ചയും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അവിടെ മാമൽസ് എന്നുള്ളത് ആ കൺക്ലൂഷനിൽ അത് ഡിസ്ട്രിബ്യൂട്ടർ ആയി വരികയും അതേ സമയത്ത് അതിന്റെ മേജർ പ്രമിസിൽ ആ മേജർ ടേം മാമൽസ് എന്ന് പറയുന്ന മേജർ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടർ അല്ലാതെ വരികയും ചെയ്തു. അപ്പോൾ സംഭവിക്കുന്ന ഫാലസിക്കാണ് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ എന്ന് പറയുന്നത്. ഇനി ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മൈനർ എന്ന് പറഞ്ഞതാണ് സമാനമായ രീതിയിൽ തന്നെ, പക്ഷെ ഇവിടെ മേജർ ടേം എന്നുള്ളതിന് പകരമായിട്ട് എന്ത് മൈനർ ടേം എന്നായിരിക്കും. മൈനർ പ്രമിസിൽ മൈനർ ടേം അൺഡിസ്ട്രിബ്യൂട്ട് ആയി വരികയും അതിന്റെ കൺക്ലൂഷൻ ഡിസ്ട്രിബ്യൂട്ടർ ആയി വരികയും ചെയ്തു എന്നുള്ളതാണ് ഇല്ലിസിറ്റ് മൈനർ എന്ന് പറയുന്ന ഫാലസി. അപ്പൊ ഏതാണ് മൈനർ ടേം എന്നുള്ള ആദ്യം നമ്മൾ അറിയണം. ആദ്യം നിങ്ങൾ കൺക്ലൂഷനിലേക്ക് തന്നെ പോവാ. കൺക്ലൂഷനിലെ പ്രെഡിക്കേറ്റ് നമ്മൾ മേജർ ടേം ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ സബ്ജക്റ്റ് ഉണ്ടല്ലോ, therefore all mammals are feline എന്ന് പറയുന്നതിലെ സബ്ജക്റ്റ് ആയിരിക്കും ഇവിടുത്തെ മൈനർ ടേം ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മളൊരു ആർഗ്യുമെന്റ് കണ്ടാല് അതിന്റെ മേജർ ടേം മൈനർ ടേം എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്ന് മനസ്സിലായല്ലോ അല്ലെ. അതിന്റെ കൺക്ലൂഷൻ നോക്കുക. കൺക്ലൂഷനിലെ സബ്ജക്റ്റ് മൈനർ ടേം ആയിരിക്കും, അതിന്റെ പ്രെഡിക്കേറ്റ് മേജർ ടേം ആയിരിക്കും. ഇനി ഏതാണ് മൈനർ പ്രമിസ് എന്ന് പറഞ്ഞതാണ്? ഈ മൈനർ ടേം ഉള്ള പ്രമിസ് ഏതാണോ അതാണ് മൈനർ പ്രമിസ് എന്ന് പറഞ്ഞത്. ഇവിടെ മാമൽസ് എന്ന് പറഞ്ഞതാണ് ഈ മാമൽ രണ്ടാമത്തെ പ്രമിസിലുള്ളത്. അപ്പൊ അതാണ് അവിടുത്തെ മൈനർ പ്രമിസ് എന്നുള്ളത്. എന്താണ് ഇവിടുത്തെ ഫാലസി? എന്താണ് ഫാലസി? നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാമൽസ് എന്നുള്ള വേർഡ് ഇവിടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വന്നു, അൺഡിസ്ട്രിബ്യൂട്ടഡ് വന്നു. അതേ സമയത്ത് ഇവിടെ കൺക്ലൂഷനിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് വന്നു. എങ്ങനെ വന്നെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആൾ കാറ്റ്സ് ആർ മാമൽസ് എന്നുള്ളത് അത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്നാൽ സബ്ജക്റ്റ് എന്തായിരിക്കും? ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. അതിന്റെ പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. ഈ മൈനർ പ്രമിസ് നോക്കി നിങ്ങൾ, ആൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുന്ന മൈനർ പ്രമിസ്. ആ മൈനർ പ്രമിസിൽ അതിൽ മാമൽസ് വന്നിട്ടുള്ള പ്രെഡിക്കേറ്റിലാണ് വന്നിട്ടുള്ളത്. പ്രെഡിക്കേറ്റ് എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. അതേ നമുക്ക് കൺക്ലൂഷൻ നോക്കുക. therefore all mammals are feline. അതും ആൾ എന്ന് പറയും, ആൾ മാമൽസ് ആർ ഫീലിൻ എന്ന് പറയും. അത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, യൂണിവേഴ്സൽ പോസിറ്റീവ് ആണ്, ആണ്. അപ്പൊ അതിലും മാമൽസ് എന്ന് പറയുന്ന അതിലെ മൈനർ ടേം വന്നിട്ടുള്ളത് അതിന്റെ സബ്ജക്റ്റ് ആയിട്ടാണ്. സബ്ജക്റ്റ് ഇത് അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രശ്നം അവിടെ സംഭവിച്ചു. ഫാലസ് എന്താന്ന് വെച്ചാൽ അതിന്റെ മൈനർ പ്രമിസിൽ മൈനർ ടേം അൺഡിസ്ട്രിബ്യൂട്ടർ ആയി വരികയും അതിന്റെ കൺക്ലൂഷനിൽ അത് ഡിസ്ട്രിബ്യൂട്ടർ ആയി വരികയും ചെയ്തു എന്നുള്ളതാണ്. ആ ഫാലസ് സംഭവിക്കുമ്പോൾ അതിന് ഇല്ലിസിറ്റ് മൈനർ എന്ന് നമ്മൾ അതിനെ വിളിക്കും.
ഇനി അടുത്തൊരു ഫാലസി എന്നുള്ളത് ഫാലസി ഓഫ് ദ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഡിൽ ടേം നമ്മൾ ആദ്യം ഇതിനെ ഐഡന്റിഫൈ ചെയ്യണം. ആ മിഡിൽ ടേം ഐഡന്റിഫൈ ചെയ്തിട്ട് ഏതാണ് മിഡിൽ ടേം എന്ന് മനസ്സിലാക്കിയാൽ ആ മിഡിൽ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ്, രണ്ട് പ്രമിസിൽ അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി വന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നോക്കുക, ആൾ സ്റ്റുഡൻസ് ക്യാരി ബാക്ക് പാക്സ്, മൈ ഗ്രാൻഡ് ഫാദർ ക്യാരീസ് ബാക്ക് പാക്ക്, ഫോർ മൈ ഗ്രാൻഡ് ഫാദർ ഈസ് എ സ്റ്റുഡന്റ്. ആ ആർഗ്യുമെന്റിൽ പ്രശ്നം സംഭവിച്ചവിടെ വെച്ചാൽ ഇതിന്റെ അവസാനം എന്റെ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡന്റ് ആണെന്ന് വരെ വന്നു. അതിൽ പ്രശ്നം ഫ്ലോ സംഭവിക്കാൻ കാരണം അതിന്റെ സ്ട്രക്ചറിൽ ഒരു ഫ്ലോ ഉണ്ട്. ആ സ്ട്രക്ചറിൽ ഫ്ലോക്കാണ് നമ്മൾ ഫോമൽ ഫാലസി എന്ന് പറയാം. ഇവിടെ വന്ന ഫ്ലോ എന്താന്ന് വെച്ചാൽ ഇതിൽ മിഡിൽ ടേം ഉണ്ടല്ലോ, ക്യാരി ബാക്ക് പാക്സ് എന്ന് പറയുന്ന ഇതാണ് ഇത് മിഡിൽ ടേം അല്ലെങ്കിൽ കോമൺ ടേം എന്നൊക്കെ പറയുന്നത്. രണ്ടിലും ആവർത്തിച്ച് വരും, രണ്ട് പ്രൊമിസിലും ആവർത്തിച്ച് വരുന്നത് അതിനാണല്ലോ മിഡിൽ ടേം, അതുപോലെ തന്നെ കോമൺ ടേം എന്നൊക്കെ പറയാം. ആ ക്യാരി ബാക്ക് പാക്സ് എന്ന് പറയുന്ന ഈ മേജർ മിഡിൽ ടേം അല്ലെങ്കിൽ കോമൺ ടേം എന്നുള്ളത് അൺഡിസ്ട്രിബ്യൂട്ടഡ് വന്നു. കാരണം എന്താ, ആൾ സ്റ്റുഡൻസ് ക്യാരി ബാക്ക് പാക്സ്, നേരത്തെ പറഞ്ഞ തന്നെ ആൾ എന്നുള്ള അതിന്റെ സബ്ജക്ട് പ്രെഡിക്കേറ്റ് സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും, അതിന്റെ പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. നമ്മൾ പറഞ്ഞാണല്ലോ ഇവിടെ ആൾ സ്റ്റുഡൻസ് ഉള്ള ഇതാണ് സബ്ജക്ട്, ഇതാണ് പ്രെഡിക്കേറ്റ് എന്താണ്, അൺഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഇവിടെ അൺഡിസ്ട്രിബ്യൂട്ടർ വന്നു. രണ്ടാമത്തിൽ മൈ ഗ്രാൻഡ് ഫാദർ ക്യാരീസ് ബാക്ക് പാക്ക്, അവിടെ അൺഡിസ്ട്രിബ്യൂട്ടർ ആണ്. അപ്പൊ ഇങ്ങനെ മേജർ ടേം അല്ല, മൈനർ ടേം അല്ല, മിഡിൽ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വന്നത് കാരണത്താൽ സംഭവിക്കുന്ന ഫാലസിക്കാണ് ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ക്വസ്റ്റ്യനും അതുപോലെ നേരെ തൊട്ടുമുമ്പ് കാണിച്ച ഇല്ലിസിറ്റ് മേജറും മൈനറും ഒക്കെ സാധാരണയായിട്ട് യൂസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും പ്രമിസുകളാണ്, ഇത്രയും ഫാലസീസ് ആണ്, ഫോമൽ ഫാലസീസ് ആണ് സാധാരണയായിട്ട് ചോദിച്ച് കാണാറുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൈറോ ലേണിംഗ്സിന്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.